ഹായ് ഹലോ. അപ്പോൾ ഇത് അമ്മയാണ് കേട്ടോ, സാറിൻ്റെ അമ്മ. അപ്പോൾ അമ്മ ഞങ്ങളെ ഇപ്പോൾ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 16 ദിവസമാവുന്നു. അപ്പം അമ്മയുടെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട്. അപ്പം അമ്മയെപ്പറ്റി പറയാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു അമ്മ. എപ്പോഴും സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരെയും സൽക്കരിക്കുന്നൊരു പ്രകൃതമാണ് അമ്മയുടേത് കേട്ടോ. നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമായിട്ടും എല്ലാവർക്കും ഒരേ ഈക്വൽ പദവിയായിട്ടും ഒക്കെയാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അമ്മ പറയുന്നത് പോലെ അമ്മയില്ലെങ്കിൽ അമ്മയുടെ കാലം കഴിഞ്ഞാലും ഞാനാണ് എല്ലാവരുടെയും അമ്മയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയ്ക്കും അമ്മയ്ക്ക് ഞങ്ങളോട് ഭയങ്കര ഒരു ഒരു ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാലും അത്രയ്ക്കും ബൗണ്ടഡ് ആയിട്ടുള്ളൊരു കുടുംബമാണ്. എല്ലാവരും ഒരേപോലെ ആയിട്ടുള്ള ഇത്രയും നല്ലൊരു ഫാമിലിയിൽ വരാൻ പറ്റിയതൊരു ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാണ്, സ്നേഹമാണ്. ഞങ്ങളുടെ മുഖത്തെ ആ ചിരികൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ അത്രയും ബോണ്ടഡാണ്. എല്ലാവരുമായിട്ടും ഭയങ്കര കണക്ഷനാണ് ഞങ്ങൾ. ഓരോ കാര്യത്തിനായാലും ഒരു ട്രിപ്പ് പോകാനായാലും ഞങ്ങൾ എല്ലാ ഫാമിലിയിൽ നിന്നും ആളുകളെ ശേഖരിച്ചാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനകത്തൊക്കെ അമ്മ ഭാഗഭക്കായിരുന്നു. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം തന്നെയായിരുന്നു യാത്ര. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അമ്മയുടെ അടുക്ക പോകാനോ എന്ന് വെച്ചാൽ എപ്പോഴും അല്ല, വല്ലപ്പോഴും ഒക്കെ പോകാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പം അമ്മ തന്നെ എന്നെ വിളിച്ച് ചോദിക്കും, നീ തൂത്തുക്കുടിയിൽ നിന്ന് വന്നോ അരുതി? വന്നിട്ട് പോയമ്മ, തിരിച്ച് വീണ്ടും തൂത്തുക്കുടി പോയി. അയ്യോ ഞാൻ കണ്ടില്ലല്ലോ. ഇനി അടുത്ത പ്രാവശ്യം ആവട്ടമ്മ. അല്ല എനിക്ക് കാണണമായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. അതെൻ്റെ ഭർത്താവ് പോലും പറഞ്ഞിട്ടില്ല എന്നെ കാണണമെന്ന്. അപ്പം അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ ലൈഫിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നത്. അതുപോലെ 5 മിനിറ്റ് ഇരിക്കൂ ആരതി, 5 മിനിറ്റ് ഇരിക്കൂ എന്ന് എല്ലാവരുടെയും, എൻ്റെ അടുക്ക മാത്രമല്ല, 5 മിനിറ്റ് ഇരുന്നിട്ട് പോ, 5 മിനിറ്റ് ഇരുന്നിട്ട് പോ എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. നമ്മുടെ ലൈഫിൽ 5 മിനിറ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോഴുണ്ടാകുന്ന അയാൾക്കുണ്ടാകുന്ന സന്തോഷം അയാൾ മാഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അപ്പം നമ്മൾ കഴിവതും നമ്മുടെ ലൈഫും നമ്മൾ പെരുമാറുന്നവരുടെ ലൈഫും ഒക്കെ വളരെ ചെറുതാണ്. കാരണം നമ്മൾ അവർക്ക് നൽകുന്ന ഇമ്പോർട്ടൻസ് അവർ പ്രകടിപ്പിക്കുക തന്നെ വേണം. മനസ്സിൽ നമ്മൾ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് കേട്ടോ. 5 മിനിറ്റ് എൻ്റെ കൂടെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോയി 5 മിനിറ്റൊക്കെ ഇരിക്കുമെങ്കിൽ ആ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എണീക്കുമ്പോൾ ഇരിയാരുതി എന്ന് പറയാൻ ഇനി അമ്മയില്ല. നമ്മൾ ആ ഒരു 5-10 മിനിറ്റ് അമ്മയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ അമ്മ കുറച്ചുകൂടി സന്തോഷവതി ആയേനെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കേട്ടോ. എന്നാലും ആരുടെയൊക്കെയും പിണക്കമില്ല, എല്ലാവരുടെയൊക്കെ സ്നേഹം മാത്രം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് തിലകം എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് അമ്മ വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം യാത്രയാണ്. യാത്ര മാത്രമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ മൂത്ത മോളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൂട്ടുകാരിയെ പോലെ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മൂത്ത ചേച്ചിയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അമ്മയുമായിട്ട്. അപ്പം നാളെ അമ്മയുടെ 16ാമത് ദിവസമാണ്. ഞങ്ങളുടെ കുളിയും കാര്യങ്ങളും എല്ലാം നാളെയാണ് നടക്കുന്നത്. അപ്പം ഇത് എല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ.